വെള്ളിവരെ നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാ. നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് വചനം പഠിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് സാവകാശം നൽകി തരുന്നല്ലോ. അപ്പോ കേൾക്കുന്നതൊക്കെ നല്ലവണ്ണം പഠിക്കണം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ 7 മണിക്ക് ഇറങ്ങി 9:30 ആ കോളേജിൽ ചെല്ലത്തുള്ളൂ. അവിടെ ക്ലാസ് കഴിഞ്ഞ് വേഗത്തിൽ ഓടി വരണം. കാരണം നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം, അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. അപ്പോ ഇങ്ങനെ ഡെയിലി യാത്രകളാണ്. അതിലൂടെ ഈ പനിയുടെ അസ്വസ്ഥയുണ്ട്. എനിവേ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. ദൈവകൃപയാൽ ക്ഷേമമായിരിക്കുന്നു. ഓക്കെ, നമുക്ക് ചെറിയ പ്രവാചകന്മാർ എന്ന പുസ്തകത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ഭാഗമാണ്? നമ്മൾ ആമോസിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദമ്മേശക്കിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ നിർത്തി. ദമ്മേശക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തി. ഗിലെയാദ് എന്ന വിഷയമാണ് നമ്മൾ തൊട്ട് നിർത്തിയത്. ഗിലെയാദ് അവർ ഗിലെയാദിനെ ഇരുമ്പ് വടി കൊണ്ട് മെതിക്കിയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, ശത്രു ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തിയപ്പോൾ അവരാദ്യം ചെയ്തത്, സിറിയ ഗിലെയാദിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അവരെ അടിമകളായി പിടിച്ചവരെ വഴിയിൽ നിരത്തി കിടത്തിയ ശേഷം ഇരുമ്പ് രഥങ്ങൾ അവരുടെ മുകളിൽ കൂടി ഓടിച്ചു. ചരിത്രകാരന്മാർ പറയുന്നത് മാംസം അസ്ഥിയിൽ നിന്ന് വിട്ടുപോകത്തക്ക രീതിയിൽ അവരെ മൃഗീയമായി അവരെ ഉപദ്രവിച്ചു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉപദ്രവിച്ചത് കൊണ്ട്, ദൈവജനത്തിനെതിരെ ഇവരിങ്ങനെ ആക്രമണം അഴിച്ചു വിട്ടത് കൊണ്ട് ഞാൻ നിങ്ങളെയും അതേപോലെ ശോധന ചെയ്യും എന്നാണ് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആമോസിന്റെ പുസ്തകം ഒന്ന് എടുത്താട്ടെ. ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ സ്തോത്രം 3-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ദമ്മേശക്കിന്റെ 3-4 അതിക്രമ നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. അപ്പൊ ഈ വാക്യത്തിൽ നിന്ന് വായിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാകുന്നത് ദൈവം പശ്ചാത്തപിക്കത്തില്ല. ഈ വിഷയത്തിൽ ദൈവം എന്ത് ചെയ്യത്തില്ല? പശ്ചാത്തപിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് മൃഗീയമായിട്ടാണ് ഈ ജനത്തെ ശത്രുക്കൾ എന്ത് ചെയ്തത്? ശത്രുക്കൾ ഇവരെ തകർത്ത് കളഞ്ഞത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം എല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന ദൈവമാണ്. യഹോവയുടെ പുസ്തകത്തിൽ ഓർമ്മയുടെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് എല്ലാം എഴുതി വയ്ക്കും. നമുക്കറിയാം, പ്രവാചകനോട്, ദാവീദിനോട് ദൈവം പറയുന്നുണ്ട്, ശൗലിന്റെ കാലത്ത് ശത്രു ആക്രമിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, ശത്രു നമ്മളെ ഞെരുക്കിയതും കഷ്ടപ്പെടുത്തിയതും എല്ലാം ദൈവം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ദൈവം ഒന്നും മറന്നു കളയുന്ന ദൈവമല്ല. അപ്പോ ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ശത്രുക്കൾ അവരെ എങ്ങനെയാണ് ഉപദ്രവിച്ചത്? ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് അവരെ ഉപദ്രവിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ 2 രാജാക്കന്മാർ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവരുടെ ക്രൂരതകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇസ്രായേലിന്റെ ദൈവം മാത്രമല്ല സകല ജാതികളുടെ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് ദൈവം ആവർത്തിച്ച് പറയുന്നു, ഞാൻ അനുതപിക്കത്തില്ല, ഞാൻ അവരെ ശിക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? സിറിയയിലേക്ക് അല്ലെങ്കിൽ ശത്രുവിന്റെ കോട്ടയ്ക്കകത്തേക്ക് ഞാനൊരു തീ അയക്കും. തീ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ, ചില വ്യാഖ്യാനങ്ങളിൽ ആക്ഷരികമായി തീയായി കണ്ടിട്ടുണ്ട്. എന്നാൽ വേറെ ചില വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തീ പോലെ നശിപ്പിച്ച് കളയത്തക്ക രീതിയിൽ. എന്താ തീയുടെ പ്രത്യേകത? ഭസ്മമാക്കി കളയുക, നശിപ്പിച്ച് കളയുക, ഒരു ശേഷിപ്പും ഇല്ലാതാക്കി കളയുക എന്നതുപോലെ ശത്രുക്കളെ ഞാൻ എന്ത് ചെയ്യും? ഇല്ലാതാക്കി കളയും. ദമ്മേശക്കിനെ ഞാൻ തകർത്ത് കളയും എന്നാണ് ദൈവത്തിന്റെ ആലോചന പറഞ്ഞിരിക്കുന്നത്. ഈ ദമ്മേശക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ കോട്ടവാതിലെല്ലാം ഇരുമ്പോടാമ്പലുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരുന്ന കോട്ടവാതിലുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇരുമ്പോടാമ്പലുകൾ വെച്ച് ആ വാതിലൊക്കെ എന്ത് ചെയ്തിരുന്നു? അടച്ചു വെച്ചിരുന്നു.
അപ്പോ ഈ ശത്രുവിന്റെ കോട്ടയ്ക്കകത്തേക്ക് ദൈവം തീ അയക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ എത്ര ബന്ധവസായി അടച്ചുറപ്പ് വെച്ചിരുന്നാലും ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രതികാരം ഇരുമ്പോടാമ്പലുകളൊന്നും അതിനു മുമ്പിൽ തടസ്സമാകില്ല എന്ന് നമുക്ക് അവിടെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത് പറഞ്ഞ രാജ്യം ഏതായിരുന്നു? ഗസ. ദമ്മേശക്കിന്റെ ന്യായവിധി നമ്മൾ വായിച്ചു അല്ലെ? ദമ്മേശക്കിനോട് ദൈവത്തിന് കൂടുതൽ വൈരാഗ്യം തോന്നാൻ കാരണം എന്താ? ഗിലെയാദിനോട് അവര് ചെയ്തത് വളരെ മൃഗീയമായിരുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പട്ടണമാണ് ഗസ. ഗസ എന്ന പട്ടണം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ പറഞ്ഞിരിക്കുകയാണ്. 6 മുതൽ ഗസയുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഗസയുടെ 3-4 അതിക്രമ നിമിത്തം. ഈ 1-ാം അധ്യായത്തില് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 3-4 അതിക്രമ നിമിത്തം എന്ന് വെച്ചാൽ 3-ാമത്തെ പാപത്തിനോ 4-ാമത്തെ പാപത്തിനോ എന്നല്ല. പിന്നെ എങ്ങനെയാണ്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചു, ഇവരിങ്ങനെ പാപം ചെയ്ത് പെരുകി പെരുകി വരുന്നതിനെയാണ് കാണിക്കുന്നത്. പെരുകി പെരുകി വരിക 1, 2, 3, 4 എന്ന് പറഞ്ഞ ഇവരിങ്ങനെ പാപം ചെയ്ത് പെരുകുന്നതിനെ കാണിക്കാനാണ് ഈ 2, 3 അതിക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദൈവത്തിന്റെ അടുത്ത് ആരംഭിക്കുന്നത് ഫെലിസ്ത്യ പട്ടണങ്ങളിലേക്കാണ്. ഫെലിസ്ത്യ പട്ടണങ്ങളിലെ പരമപ്രധാനമായ ഒരു പട്ടണമായിരുന്നു ഗസ എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അസ്തോദും അസ്കലോനും എക്രോനും ഫെലിസ്ത്യ ദേശത്തിന്റെ പ്രധാന പട്ടണങ്ങളായിരുന്നു. എന്തൊക്കെയാണ്? അസ്തോദും അസ്കലോനും എക്രോനും ഫെലിസ്ത്യ ദേശത്തിന്റെ പ്രധാന പട്ടണങ്ങളായിരുന്നു. ഈ ഗസ എന്ന് പറയുന്നത് ഫെലിസ്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു. ഗസ ഫെലിസ്ത്യ ദേശത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു ഗസ എന്ന് പറയുന്നത്. ഈജിപ്തിൽ നിന്നും സോരയ്ക്കുള്ള വാണിജ്യ പാതയിലായിരുന്നു ഇതിന്റെ സ്ഥാനം. ഒന്നുകൂടെ പറയാം, ഈജിപ്തിൽ നിന്നും സോരിലേക്കുള്ള ഒരു വാണിജ്യ പാത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യം നടക്കുന്ന പ്രധാന പാതയിലായിരുന്നു ഈ ഗസ എന്ന പട്ടണം നിലനിന്നിരുന്നത്. ഇവിടെ ഫെലിസ്ത്യ രാജ്യത്തിന്റെ അടിമക്കച്ചവടം അല്ലെങ്കിൽ അടിമച്ചന്ത നടന്നിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഗസ എന്ന് പറയുന്നത്. അവര് ഫെലിസ്ത്യ ദേശം എവിടെങ്കിലും യുദ്ധം ചെയ്ത് കൊണ്ടുവരുന്ന അടിമകളെ നിർദാക്ഷിണ്യം ഉപദ്രവിച്ച് അടിമയാക്കി വിറ്റിരുന്ന ഒരു സ്ഥലമായിരുന്നു ഏത്? ഗസ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് ദാഗോനാണ്. നിങ്ങൾ ഈ ദാഗോൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ ജനത്തിന്റെ പെട്ടകം എടുത്തുകൊണ്ടുപോയി ഇവർ വെച്ചത് ഈ ദാഗോന്റെ ക്ഷേത്രത്തിലാണ്. നമ്മൾ പ്രസംഗ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോ അവിടുത്തെ ഗസയിലെ പ്രധാന ആരാധനാ മൂർത്തി അല്ലെങ്കിൽ അവരുടെ ദേവനായി അവർ കണ്ടിരുന്ന ഒന്നാണ് ദാഗോൻ. ന്യായാധിപന്മാർ പുസ്തകം 16-ാം അധ്യായം ന്യായാധിപന്മാർ പുസ്തകം 16-ാം അധ്യായം 21 മുതൽ 30 വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവദാസനായിരിക്കുന്ന ശിംശോനെ തടവിലാക്കിയിരുന്നത് ഈ പട്ടണത്തിൽ നിന്നാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോ ഗസയുടെ സ്വഭാവം ഞാൻ പറഞ്ഞു. 1, ഫെലിസ്ത്യ ദേശത്തിന്റെ തലസ്ഥാനമായിരുന്നു. 2, ഈജിപ്തിൽ നിന്നും സോറിലേക്കുള്ള വാണിജ്യ പാതയിലായിരുന്നു ഇതിന്റെ സ്ഥാനം നമ്മൾ പഠിച്ചു. ഫെലിസ്ത്യ രാജ്യത്തിന്റെ പ്രധാന അടിമച്ചന്ത അല്ലെങ്കിൽ അടിമകളെ വിറ്റിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഈ ഗസ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇവിടുത്തെ ആരാധന, അവരെന്തിനാണ് ആരാധിച്ചിരുന്നത്? ദാഗോൻ എന്ന ദേവനെയായിരുന്നു അവര് ആരാധിച്ചിരുന്നത്. ഏകദേശം BC 1050 ഇസ്രായേല് എബനേസറിൽ വെച്ച് ഫെലിസ്ത്യരോട് തോറ്റു. നമുക്ക് ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം
5-ാം അധ്യായം 1-2 വാക്കുകൾ വായിക്കുമ്പോൾ ഏകദേശം BC 1050 ഇസ്രായേൽ ജനം എബനേസർ എന്ന സ്ഥലത്ത് വെച്ച്, എബനേസർ നമുക്കറിയാം, എബനേസറിൽ വെച്ച് ഫെലിസ്ത്യരോട് പരാജയപ്പെട്ടു. ഫെലിസ്ത്യരോട് പരാജയപ്പെട്ടപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, യഹോവയുടെ പെട്ടകം എടുത്ത് അവർ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി വെച്ചു? ഗസയുടെ ഒരു പ്രധാന ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചു. അവിടുത്തെ ദേവന്റെ പ്രത്യേകത നമ്മൾ ആദ്യം വായിച്ചു. എന്താണ് അവിടുത്തെ ദേവന്റെ പേര്? ദാഗോൻ. ദാഗോൻ എന്ന ക്ഷേത്രത്തിൽ, അവിടുത്തെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. ഈ ഫെലിസ്ത്യങ്ങളുടെ പേരുകൾ ഞാൻ പറഞ്ഞു. ഏതൊക്കെയെന്ന്? അസ്തോദ്, അസ്കലോന്, എക്രോന്, ഗസ, ഗത്ത്, ഇങ്ങനെ തുടങ്ങുന്ന അനേക പട്ടണങ്ങളുണ്ട്. ഈ പട്ടണങ്ങളിലെല്ലാം വിഗ്രഹാരാധനയ്ക്കും പാപപ്രവൃത്തികൾക്കും അല്ലെങ്കിൽ വല്ലാത്ത ആരാധന വൈകൃതങ്ങൾക്ക് പേര് കേട്ട പട്ടണങ്ങളായിരുന്നു ഇതെല്ലാം. ഫെലിസ്ത്യ പട്ടണങ്ങളെല്ലാം അവർ ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ വല്ലാതെ വൈകൃതങ്ങളോടെ ആരാധിക്കുന്നവരായിരുന്നു. കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുക, അല്ലെങ്കിൽ മനുഷ്യന്റെ രക്തമൊഴുക്കി യാഗം കഴിക്കുക, അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വ്യഭിചരിക്കുക, ഇങ്ങനെ പലവിധമാകുന്ന മ്ലേച്ഛതകൾ പ്രവർത്തിച്ചിരുന്ന പട്ടണങ്ങളായിരുന്നു ഈ ഫെലിസ്ത്യ പട്ടണങ്ങളെല്ലാം തന്നെ. അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു പട്ടണമായിരുന്നു ഗസ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഗസയുടെ 3-4 അതിക്രമ നിമിത്തം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രവചനത്തില് ഇവരാളുകളെ, ആമോസിന്റെ കാലഘട്ടം പറയാണ്, ഇവരാളുകളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ദുർബലമായ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് ആളുകളെ മോഷ്ടിച്ചുകൊണ്ട് പോകും. വളരെ പാവങ്ങളെ, ഒറ്റയ്ക്ക് കഴിയുന്നവരൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് പോയിട്ട് അന്താരാഷ്ട്ര വിപണികൾ, ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ ഇവർ അടിമച്ചന്തകളിലേക്ക് വിറ്റ് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്തിരുന്നു. ഇസ്രായേലിനെയും ഇവരെന്ത് ചെയ്തു? പലരെയും പിടിച്ച് നിർദാക്ഷിണ്യം ഉപദ്രവിച്ച് അടിമച്ചന്തകളിലേക്ക് കൊണ്ടു നിർത്തി അവർ കച്ചവടം നടത്തി. ഈ അടിമക്കച്ചവടത്തെ ദൈവം ശക്തമായി എതിർത്തിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അരമനകളിലേക്ക് ഒരു തീ അയക്കും. അത് മാത്രമല്ല, ഈ ഇവർ പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേലിലെ അടിമകളെ ഞാൻ തിരികെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ഒരു പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ദൈവം ഈ ചുറ്റുമുള്ള ജാതികളെ ശക്തമായി ആക്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദമ്മേശക്ക്, ഗസ തുടർന്നുള്ള പട്ടണങ്ങളെ എന്തുകൊണ്ട് ദൈവം ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, സമയം കിട്ടുമ്പോഴെല്ലാം ഇവർ ഇസ്രായേലിനെ ആക്രമിക്കുകയും അവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ ദൈവം കഠിനമായി ശിക്ഷിക്കുമെന്ന് പറയുന്നത്. അടുത്ത 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ സോർ എന്ന പട്ടണത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോർ. ഈ സോർ എന്ന പട്ടണത്തിന്റെ സ്വഭാവം കർമ്മേലിൽ നിന്ന് 35 മൈൽ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖ പട്ടണമാണ് സോർ. നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ബാക്ക് സൈഡിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരെ ഒരു സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സോർ എന്ന പട്ടണത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു തുറമുഖ പട്ടണമാണ്. ശലോമോൻ യെരുശലേമിൽ പണിത ദൈവാലയത്തിന് ആവശ്യമായ വസ്തുക്കൾ സോർ പട്ടണക്കാരാണ് എത്തിച്ചു കൊടുത്തത്. യെരുശലേം ദേവാലയത്തിലേക്കുള്ള ആലയത്തിന് പണി സമയത്ത് ശലോമോന് ഈ സോർ പട്ടണ നിവാസികൾ അനേക നന്മകൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സോരിനോടുള്ള ദൈവത്തിന്റെ കോപം എന്താ? എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരെന്ത് ചെയ്തു? ഇസ്രായേലിനെ പിടിച്ചിട്ട് ഏദോമ്യർക്ക് അടിമകളാക്കി വിറ്റുകൊടുത്തു. ഇവരെ അടിമയാക്കി വെക്കുക മാത്രമല്ല,
ഇവരെ പിടിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് ഇവർ ജനത്തെ ചിതറിക്കാൻ നോക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച രാജ്യക്കാരായിരുന്നു, സ്ഥലക്കാരായിരുന്നു സോർ നിവാസികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ സോർ നിവാസികളുടെ അടുത്തൊരു സ്വഭാവം, ഈ അടിമച്ചന്ത നടന്നിരുന്ന കാലഘട്ടത്തിൽ ചില നിയമങ്ങളുണ്ട്. ഇത്ര വയസ്സിന് താഴെയുള്ള അടിമകളെ അല്ലെങ്കിൽ ഇത്ര വയസ്സിന് താഴെയുള്ള ഒരു അടിമയായിട്ട് എടുക്കരുത്, ഇത്ര വയസ്സിൽ കൂടുതലുള്ളവരെ അടിമയായിട്ട് എടുക്കരുത്. അപ്പൊ അടിമയായിട്ട് എടുക്കുന്നവർക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നൊക്കെ കുറെ നിയമങ്ങളുണ്ട്. ഇന്ന് ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ കുറെ നിബന്ധനകളുണ്ട് അല്ലേ? എങ്ങനെ ആക്രമിക്കണം, എപ്പോഴാക്രമിക്കണം, അല്ലെങ്കിൽ ആക്രമിച്ചാൽ എന്തൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ ചില നിയമങ്ങളുണ്ട്. ഇതല്ലാതെ നാളെ രാവിലെ എഴുന്നേറ്റ് ഞാൻ അവരെ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യക്കാരെ ആർക്കും ആക്രമിക്കാൻ കഴിയില്ല. അങ്ങനെ എടുത്തിയാടിയവരൊക്കെ ഇന്ന് ചക്രശ്വാസം വലിക്കുക, ഓക്കെ, കളഞ്ഞിട്ട് പോകാനും വയ്യ, ജയിക്കാനും വയ്യാത്ത അവസ്ഥയിലിരിക്കുക. അപ്പൊ എല്ലാറ്റിനും ഓരോ നിയമങ്ങളുണ്ട് എന്നതുപോലെ അടിമച്ചന്തകൾക്കും എന്തുണ്ട്? നിയമങ്ങളുണ്ട്. പക്ഷേ ഈ സോർ പട്ടണത്തിന്റെ പ്രത്യേകത, ഇവര് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്ന അടിമകൾക്ക് യാതൊരു വിധമാകുന്ന പരിഗണനയോ അല്ലെങ്കിൽ ഒരു കരുതലോ കൊടുക്കാതെ വളരെ മൃഗീയമായിട്ടാണ് ഇവർ ഇസ്രായേലിനോട് പെരുമാറിയത്. അതുകൊണ്ട് ഏകദേശം BC 586 ഈ ബാബിലോണിയ ആക്രമണത്തിൽ ഈ സോർ പട്ടണം തകർക്കപ്പെട്ടു. അതികഠിനമായിട്ടാണ് ഈ പട്ടണത്തെ ബാബിലോൺ ആക്രമിച്ച് തകർത്തത്. ബാബിലോൺ, ഇന്നത്തെ ഇറാഖ്, അവരെ ആക്രമിച്ച് തകർത്തത്. അതിനുശേഷം ഈ ആക്രമണത്തിന് ശേഷം മഹാനായ അലക്സാണ്ടർ ഈ പട്ടണത്തിൽ ചെന്ന് ഏകദേശം 6000-ൽ അധികം പേരെ ഒറ്റ നിമിഷം കൊണ്ട് കൊന്നുകളഞ്ഞു. ഈ പട്ടണത്തിലുള്ള സകലരെയും അവരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അതുകൂടാതെയാണ് ഇവിടെ ആമോസ്, ഇതിനു മുൻപാണ് ആമോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? തകർത്ത് കളയും. എന്റെ ജനമായ ഇസ്രായേലിനോട് നിങ്ങൾ ദാക്ഷിണ്യം കാണിക്കാത്തത് കൊണ്ട്, എന്റെ ജനമായ ഇസ്രായേലിനോട് നിങ്ങൾ മാനുഷിക പരിഗണന കാണിക്കാത്തത് കൊണ്ട്, എന്റെ ജനമായ ഇസ്രായേലിനോട് നിങ്ങളുടെ മുൻപിലുള്ള നിയമങ്ങളൊന്നും നിങ്ങൾ പാലിക്കാതെ ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ചു കളയാൻ, അടിമകളാക്കി വിറ്റ് കളയുവാൻ നിങ്ങൾ തിടുക്കം കാണിച്ചത് കൊണ്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? BC 586-ൽ ബാബിലോൺ അവരെ ആക്രമിച്ച് എന്ത് ചെയ്തു? ഉന്മൂലമാക്കി കളഞ്ഞു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അവരൊന്ന് സ്വയം ഉറച്ചു നിൽക്കാൻ തുടങ്ങിയപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ആക്രമിച്ച് അതിനെ ഉന്മൂലമാക്കി കളഞ്ഞു എന്ന് ചരിത്രം നമ്മളെ മനസ്സിലാക്കുകയാണ്. അപ്പോ ദൈവത്തിന്റെ ന്യായവിധി ആദ്യം എവിടേക്ക് വരുമെന്ന് പറഞ്ഞു? ദമ്മേശേക്കിലേക്ക് ഞാൻ എന്റെ ന്യായവിധി അയക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഗസയിലേക്ക് ഞാൻ എന്റെ ന്യായവിധി അയക്കും. മൂന്നാം നമ്മൾ പഠിച്ച പട്ടണമാണ് സോർ എന്ന ഈ പട്ടണം. അല്പം വേഗത്തിൽ പോകുന്നത് നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവായതുകൊണ്ടാണ്. ഇനിയും പുസ്തകങ്ങൾ കവർ ചെയ്യാറുണ്ടല്ലോ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ 11-12 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഏദോം എന്ന പട്ടണത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളായിരുന്നു. ഓക്കെ, മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് കുറെ കൂടെ അടുത്ത് യോർദാനും ചാവുകടലും കിഴക്കുള്ള ഏദോം പട്ടണം. അപ്പൊ ഏദോം പട്ടണത്തിന്റെ സ്ഥാനം ഞാൻ പറയാം. മെഡിറ്ററേനിയൻ തീരത്തിന് വളരെ അടുത്ത് യോർദാനും ചാവുകടലിനും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏദോം. ഏശാവിന്റെയും യാക്കോബിന്റെയും പിൻഗാമികളായ ഏദോമിനെ കുറിച്ച് ഓബദ്യ പ്രവാചകൻ ശക്തമായി പ്രവചിക്കുന്നുണ്ട്.
ഈ ഏദോമിന്റെ തുടക്കം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 25-ാം അധ്യായത്തിലുണ്ട് ഏദോം അവിടെ നിന്ന് തുടങ്ങും. നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകാഞ്ഞത്. ഏശാവും യാക്കോബിന്റെ വംശപാരമ്പര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അവിടെ ഏദോമിൽ എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഈ ഏദോം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ സഹോദരങ്ങളായി നിൽക്കേണ്ടവരാണ്. അല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ ഏദോമിന് സപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒരു കുടുംബക്കാരാണെന്നൊരു പരിഗണന കാണിക്കണമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയാമോ? ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ശത്രുക്കൾക്ക് കയറി വരുവാൻ വഴിയൊരുക്കി കൊടുത്തത്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ വീക്ക് പോയിന്റ് പറഞ്ഞു കൊടുത്തത് ആരാണ്? സഹോദരങ്ങളായ ഈ ഏദോമിര. ഇതേ ഏദോമിർ ഇന്നും നമ്മുടെ നാട്ടിലും ഉണ്ട്. കരുതേണ്ടുന്നവർ, കൂടെ നിൽക്കേണ്ടുന്നവർ എന്ത് ചെയ്യും? മറിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്ന ഏദോമ്യര് ഇന്ന് നമ്മുടെ സഭകളിലും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് മുൻപോട്ട് പോകേണ്ടുന്നത് ആവശ്യമാണ്. ഓക്കെ, ഇവര് കൂടുതലായി താമസിച്ചിരുന്നത്, ഏദോമ്യര് കൂടുതലായി താമസിച്ചിരുന്നത് പാറപ്പിളർപ്പുകളിലാണ്. വലിയ മലയുടെ വശങ്ങളിലുള്ള പാറപ്പിളർപ്പുകളിലായിരുന്നു ഏദോമ്യര് കൂടുതലായി താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് ദൈവത്തെ കൂടുതലായി വിശ്വാസമോ ഭയമൊന്നുമില്ല. കൈക്കരുത്ത് കൊണ്ട് എന്തും നേടാം എന്നുള്ള വിശ്വാസക്കാരായിരുന്നു ഏദോമ്യർ. വലിയ ദൈവവിശ്വാസികളൊന്നും ആയിരുന്നില്ല. അവർ തന്നെ സഹോദര വർഗത്തോട് എന്ത് ചെയ്തില്ല? യാതൊരു വിധമാകുന്ന അനുകമ്പയും അവര് കാണിച്ചില്ല. സ്വന്തം സഹോദരനോട് യാതൊരു വിധമാകുന്ന കരുണയും അവര് കാണിച്ചില്ല. നെബൂഖദ്നേസർ യഹൂദി ആക്രമിച്ചപ്പോൾ തങ്ങളുടെ സഹോദരവർഗത്തെ സഹായിക്കുന്നതിന് പകരം അവർ ശത്രുപക്ഷം നിന്ന് സഹോദരനോട് അശേഷം സഹതാപം കാണിക്കാതെ അവരെ ആക്രമിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തവരാണ് ഈ ഏദോമ്യർ. മനസ്സിലായോ? നമുക്ക് 137 സങ്കീർത്തനത്തിൽ 7-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് വന്നിട്ട് ആരെ ആക്രമിച്ചു? യഹൂദയെ ആക്രമിച്ചു. യഹൂദയെ ആക്രമിച്ചപ്പോൾ യഹൂദയുടെ സഹോദരൻ ആരാണ്? ഈ ഏദോമാണ്. ഈ ഏദോം എന്ത് ചെയ്യണമായിരുന്നു? ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം അവൻ ആർക്ക് സപ്പോർട്ട് ചെയ്തു? നെബൂഖദ്നേസറിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിനെ ആക്രമിച്ച് അശേഷം സഹതാപം കാണിക്കാതെ, യാതൊരു വിധമാകുന്ന സ്നേഹവും കാണിക്കാതെ ഏദോമും കൂടെ ചേർന്ന് നിന്ന് അവരെന്ത് ചെയ്തു? ഇസ്രായേലിനെ ആക്രമിച്ചു. പക്ഷേ BC 4-ാം നൂറ്റാണ്ടിൽ ഒരു അറബി ഗോത്രമായ നെബാത്യർ വന്ന് ഈ ഏദോമിനെ തകർത്ത് കളഞ്ഞു. ഏകദേശം BC 4-ാം നൂറ്റാണ്ടിൽ ഒരു അറബി ഗോത്രമായ നെബാത്യർ വന്ന് എന്ത് ചെയ്തു? ഏദോമിനെ നശിപ്പിച്ചു. അവരുടെ തലസ്ഥാന നഗരമായിരുന്ന പെട്ര എന്ന നഗരത്തെ ഉന്മൂലമാക്കി കളഞ്ഞു. അപ്പൊ നോക്കൂ, അതിനുശേഷം BC 312 മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജനറൽ ആയിരുന്ന ആന്റിഗോമസ് വന്നിട്ട് ഈ ഏദോമിനെ ആക്രമിച്ചു. നെബൂഖദ്നേസർ യുദ്ധം ചെയ്ത സമയത്ത് ഒരു തവണ സ്വന്തം സഹോദരനെ ഇവൻ ചതിച്ചതിന്, അല്ലെങ്കിൽ അവന്റെ സഹായിക്കാതെ മാറി നിന്നതിന് പിന്നീട് അങ്ങോട്ട് ഏദോമ്യരെ സകല രാജ്യക്കാരും ഒന്ന് ആക്രമിക്കുകയായിരുന്നു. ദൈവത്തിന്റെ അതികഠിനമായ കോപം അവിടെ പ്രത്യക്ഷപ്പെടുന്ന കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അറബി ഗോത്രമായ നെബാത്തിന് എന്ത് ചെയ്തു? വന്ന് ഏദോമിനെ നശിപ്പിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ അവരുടെ തലസ്ഥാന നഗരമായ പെട്ര എന്ത് ചെയ്തു? ഉന്മൂലമാക്കി കളഞ്ഞു. അതിനുശേഷം ഏകദേശം BC 312 മഹാനായ അലക്സാണ്ടർ വന്ന് എന്ത് ചെയ്തു? അലക്സാണ്ടർ ജനറൽ
അലക്സാണ്ടറുടെ ജനറലായിരിക്കുന്ന ആന്റിഗോമസ് വന്നിട്ട് എന്ത് ചെയ്തു? ഏദോമിനെ തോൽപ്പിച്ചു. തോൽപ്പിക്കുക മാത്രമല്ല, ഇവരെ പല സ്ഥലങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞു. ഒറ്റ ഒരെണ്ണത്തെ ഏദോമിൽ നിർത്തിയില്ല. സകല കുട്ടികളടക്കം, പ്രായമുള്ളവരടക്കം സകലരെയും പല രാജ്യങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുപേര് വീണ്ടും തിരിച്ചു വന്നു. അവരെ മക്കാബ്യർ എന്ന് പറയുന്ന ഗോത്രക്കാര് വന്ന് വീണ്ടും തോൽപ്പിച്ചു. അപ്പൊ നോക്കൂ, ഒരു തവണ സ്വന്തം സഹോദരനെതിരെ അവൻ വാളെടുത്തത് കൊണ്ട് എണ്ണി എണ്ണി പ്രതികാരം ചോദിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് വചനം എഴുതിയിരിക്കുന്നത്, അവന്റെ പ്രവാചകന്മാർ യഹോവയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇരിക്കുന്നു, അല്ലേ? വചനം എഴുതിയിരിക്കുന്നു, അവൻ അവന്റെ ഉള്ളങ്കരത്തിൽ വരച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കൊക്കെ സന്തോഷത്തോടെ പറയാം, എനിക്ക് വേണ്ടി ചോദിക്കാൻ എനിക്ക് സഹോദരങ്ങൾ എഴുന്നേറ്റ് വന്നില്ലെങ്കിലും, എന്നെ സഹായിക്കേണ്ടുന്നവർ മുഖം തിരിച്ചു നിന്നാലും, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാനും എനിക്ക് വേണ്ടി ചോദിക്കുവാനും ഒരു സ്വർഗമുണ്ട് എന്നൊരു ഉറപ്പ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതോട് പറയാം, നമുക്ക് എന്തോ ഉണ്ട്? നമുക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു പിതാവ് മുകളിൽ ഉള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ തേമാനിൽ ഒരു തീ അയക്കും. അടുത്തത്, തേമാനും ബൊസ്രയും ഏദോമിന്റെ പ്രധാന പട്ടണങ്ങളാണ്. 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ തേമാനിൽ ഒരു തീ അയക്കും, അത് ബൊസ്രയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഈ തേമാനും ബൊസ്രയും എന്ന് പറയുന്നത് ഈ ഏദോമിന്റെ പ്രധാന പട്ടണങ്ങളാണ്. അവിടെ ഒരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, അവരുടെ പ്രൗഢി കാണിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ ആ അഹങ്കാരത്തിന്റെ മുഴുവൻ മൂർത്തി രൂപം നിലനിന്നിരുന്നത് ഈ രണ്ട് പട്ടണങ്ങളിലാണ്. അവരുടെ രാജ്യത്തിന് ഏറ്റവും പ്രൗഢിയുള്ള സ്ഥലം അവിടെയായിരുന്നു. അവർ വിശേഷം എടുത്തോ, നിങ്ങൾ എന്റെ രാജ്യത്ത് കണ്ടോ എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാനുള്ള, മറ്റുള്ള മുമ്പിൽ അവർ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന രണ്ട് പട്ടണങ്ങളായിരുന്നു. ഏത്? ഒന്ന് തേമാനും, രണ്ട് ബൊസ്രയും. ഇത് രണ്ട് കോട്ട കെട്ടിയ പട്ടണങ്ങളാ. വലിയ കോട്ട മതിലൊക്കെ പണിത് ഉറപ്പിച്ചിരുന്ന പട്ടണങ്ങളാ. ഈ തേമാനിൽ താമസിച്ചിരുന്നവരൊക്കെ നല്ല ജ്ഞാനമുള്ളവരായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തേമാന്യനായ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നില്ലേ? തേമാനിൽ താമസിച്ചിരുന്നവരൊക്കെ ജ്ഞാനമുള്ളവരായിരുന്നു. അപ്പോ ഈ ഏദോമ്യരുടെ പ്രധാന രണ്ട് പട്ടണങ്ങളാണ് ഏതൊക്കെ? തേമാനും ബൊസ്രയും. ഈ തേമാന്റെയും ബൊസ്രയും പ്രത്യേകത എന്താ? ഈ ദേശത്തിന്റെ, ഈ രാജ്യത്തിന്റെ പരമപ്രധാനമായ, അല്ലെങ്കിൽ അവരുടെ പ്രശംസ നിറഞ്ഞ, പ്രശംസിക്കാൻ പറ്റുന്ന രണ്ട് പട്ടണങ്ങളായിരുന്നു ഈ തേമാനും ബൊസ്രയും. അതിന് മാത്രമല്ല, കോട്ട കെട്ടിയ പട്ടണങ്ങളായിരുന്നു ഈ രണ്ട് പട്ടണങ്ങൾ. മാത്രമല്ല, ഇവരുടെ ജ്ഞാനം വളരെ വലുതായിരുന്നു. പക്ഷേ ദൈവം പറയുകയാണ്, തേമാനേക്കാൾ ഉറപ്പുള്ള നഗരമാണ് ഈ ബൊസ്ര. പക്ഷേ ഈ രണ്ട് പട്ടണങ്ങളിലേക്ക് ഞാൻ എന്തയക്കും? എന്റെ സന്ദർശനം അയക്കും. കാരണം എന്താണ്? എന്റെ സഹോദരങ്ങളെ, എന്റെ ജനത്തെ അവരെന്ത് ചെയ്തു? അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. അടുത്ത് നമ്മള് 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അടുത്ത രാജ്യക്കാരെ പറഞ്ഞിരിക്കുന്നത് അമ്മോന്യരെ കുറിച്ചാണ്. അമ്മോന്യർ. ലോത്തിന് തന്റെ സ്വന്തം പുത്രിയിൽ ജനിച്ച ബെൻ അമ്മി എന്ന മകന്റെ സന്തതി പരമ്പരയാണ് അമ്മോന്യർ.
ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഏതോ പട്ടണം തകർക്കപ്പെട്ട ചരിത്രം നമുക്കറിയാം. എന്തായിരുന്നു പട്ടണത്തിന്റെ നശിക്കപ്പെടുന്നതിന് മുൻപുള്ള രൂപം എന്തായിരുന്നു? ചരിത്രകാരന്മാർ പറയുന്നു, ഏദൻ തോട്ടം പോലെ മനോഹരമായിരുന്നു സോദോം ഗൊമേറ എന്ന് പറഞ്ഞ പട്ടണങ്ങൾ. വളരെ മനോഹരമായിരുന്നു. പച്ചപ്പ് കൊണ്ടും പ്രകൃതി ഭംഗികൾ കൊണ്ടും എന്താണ് കൃഷിപരമായിട്ടും എല്ലാ രീതിയിലും വളരെ മനോഹരമായിരുന്ന പട്ടണങ്ങളായിരുന്നു ഏതോ. ശ്രദ്ധിക്കണേ, ഏതോ പട്ടണം, സോദോം പട്ടണം, ഏതോമല്ല സോദോം പട്ടണം. അബ്രഹാമിൽ നിന്ന് ലോത്ത് മാറിപ്പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ലോത്ത് നീരോട്ടമുള്ള സ്ഥലം നോക്കി നോക്കി എന്ത് ചെയ്തു? കൂടാരം നീക്കിയടിച്ച് അവൻ എവിടെ ചെന്നു? സോദോമിൽ ചെന്നു. സോദോമിന്റെ ഒരു പ്രത്യേകത, അവിടുത്തെ ദൈവം ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു പാപം എന്ന് പറയുന്നത് ആണിനോടും പെണ്ണിനോടും അവലക്ഷണം കാണിക്കുക എന്നുള്ള വിഷയമായി. പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുകയും അവർ തമ്മിൽ ശയിക്കുകയും വ്യഭിചാരം ചെയ്യുകയും സ്ത്രീയുമായി മോശമായി ജീവിക്കുകയും ചെയ്യുന്ന അതിഭയങ്കരമായ മ്ലേച്ഛത നിറഞ്ഞു നിരുന്ന പട്ടണമായിരുന്നു സോദോം. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ആ പട്ടണത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ലോത്തിന്റെ വീട്ടിൽ ദൂതന്മാർ ചെയ്യുന്നു. ചരിത്രമൊക്കെ നമുക്ക് നല്ലോണം അറിയാം. ലോത്തിന്റെ വീട്ടിൽ ചെന്ന ശേഷം അവനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവനെ പിടിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കരുത് എന്നൊരു കൽപ്പന കൊടുത്തിട്ടാണ് അവരെ ഓടിക്കുന്നത്. അപ്പൊ ലോത്ത് അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ മല വരെ ഓടിച്ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ സംശയം ചോദിക്കുന്നുണ്ട്. എനിവേ, ചരിത്രമൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം. ദൈവ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ആ പട്ടണത്തെ നശിപ്പിച്ചു കളഞ്ഞു. ആ പട്ടണം നിന്ന സ്ഥലമാണ് ഇന്നത്തെ ചാവുകടൽ എന്ന് പറയുന്നത്. ലവണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ചാവുകടൽ. ചാവുകടലിന്റെ പ്രത്യേകത എന്താ? ഒരു സാധനം പോലും ആ കടലിലേക്ക് ഇട്ടാൽ താണു പോകില്ല. നമുക്കറിയാം, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ലവണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജീവന്റെ ഒരു തരി പോലും ഇല്ലാത്ത ഒരു ചാവുകടൽ. ലവണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ചാവുകടൽ. ഒരു പുസ്തകത്തിൽ വായിച്ചത്, ഒരു പക്ഷി പോലും അതിന് മുകളിൽ കൂടെ പറന്നു പോകില്ലെന്ന അത്രയ്ക്ക് കെമിക്കൽ ഉള്ള ഒരു കടലായി അതിനെ ദൈവം മാറ്റി, കത്തിച്ചു കളഞ്ഞു. എന്നാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചറിയാം. താൻ വിട്ടേച്ചു പോകുന്നതിനൊക്കെ നോക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്തു? തിരിഞ്ഞൊന്ന് നോക്കി. തിരിഞ്ഞു നോക്കിയത് ആ നിപ്പ് ഇന്നും അവിടെ തന്നെ നിപ്പുണ്ട്. ഈ ഒരിക്കലൊരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതേ, വിശ്വാസത്തിൽ വന്നിട്ട് 20 വർഷമായിട്ട് ഒരു തരി പോലും മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, മനസ്സിലാക്കിക്കോണം. എവിടെ നിന്ന് കളഞ്ഞിട്ട് വന്നതിനെ തിരിഞ്ഞു നോക്കുന്നവർ ആ ഒറ്റ നിപ്പായിരിക്കും അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇന്നലെ വന്നവരൊക്കെ ദൈവത്തിൽ നിന്ന് കൃപാവരങ്ങൾ വാങ്ങിച്ച് പ്രാപിച്ച് അവർ ശക്തരായി മുന്നേറുമ്പോൾ ഉക്കുസാഹിബിന്റെ കാലത്ത് വിശ്വാസത്തിൽ വന്നു എന്ന് പറയുകയും ഒത്തിരി പാരമ്പര്യം പറയുകയും ചെയ്യുന്ന നിങ്ങൾ ഒരു തനി പോലും മുൻപോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ മനസ്സിലാക്കൂ, നമ്മൾ ലോത്തിന്റെ ഭാര്യയെ പോലെയാണ്. അവരന്നൊന്ന് തിരിഞ്ഞു നോക്കി, ഇന്നും അവിടെ തന്നെ നിൽപ്പുണ്ട്. ഉപ്പുനൂടായിപ്പോയി. എന്നാൽ ലോത്തിന്റെ 2 പെൺമക്കളുമായി അകലെയുള്ള ഒരു പർവ്വതത്തിൽ ചെന്ന് താമസിച്ചു. പെൺമക്കൾ പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ അടുക്കൽ വരാൻ പുരുഷന്മാരില്ല എന്ന് പറഞ്ഞ് അവർ സ്വന്തം അപ്പനുമായി കുടുംബജീവിതം ആരംഭിക്കുന്ന ഒരു മ്ലേച്ഛത നിറഞ്ഞ തുടക്കം നമുക്കറിയാം. അങ്ങനെ ലോത്തിന് സ്വന്തം മകളിലുണ്ടായ തലമുറയാണ് ജനിച്ച ബെൻ അമ്മി എന്ന ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് ആ ചരിത്രം 30 മുതൽ 38 വാക്യം. ബെൻ അമ്മി എന്ന മകന്റെ സന്തതി പരമ്പരക്കാരാണ് അമോന്യർ. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോ ഈ അമോന്യരോട് ദാക്ഷിണ്യപൂർവ്വം പെരുമാറണമെന്ന് യഹോവ ഇസ്രായേലിനോട് പറയുന്നുണ്ട്. അവര് നിങ്ങളുടെ സഹോദരങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്.
അർണോൻ യാബോക്ക്, ആവർത്തന പുസ്തകം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ, 20, 21, 37 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 20, 21, 37 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആദ്യം അവർ അർണോൻ യാബോക്ക് എന്നീ 2 നദികൾക്കിടയിലുള്ള ഒരു നല്ല സമതല ദേശം നോക്കി ഇവര് താമസിച്ചു. അർണോൻ യാബോക്ക് എന്നീ 2 നദികൾക്കിടയിലുള്ള ഒരു സമതല ദേശം അവരെന്ത് ചെയ്തു? കണ്ടെത്തി അവരവിടെ താമസിച്ചു. ആര്? അമോന്യർ. എന്നാൽ അമോന്യര് വന്ന് ഇവരെ അവിടെ നിന്ന് പുറത്താക്കി കളഞ്ഞു. അവർ യാബോക്ക് നദിയുടെ കിഴക്ക് അവർ ഒതുങ്ങിക്കൂടി ശിഷ്ടകാലം കഴിക്കേണ്ടി വന്നു. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഓക്കെ, നമ്മൾ ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ എന്താ കണ്ടേ? ദൈവം ഇസ്രായേലിന് കൽപ്പന കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനായി ഇവനെ കാണണം, അമോന്യനെ കാണണം, അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? കരുതണം, സ്നേഹിക്കണമെന്ന് ദൈവം കൽപ്പന കൊടുത്തു. എന്നാൽ ഈ അമോന്യൻ എന്താ ചെയ്തത്? അമോന്യൻ ഇസ്രായേലിനോട് നന്ദികേട് കാണിച്ചത് എങ്ങനെയാ? ഇസ്രായേലിനെ ശപിക്കാൻ ബിലിയാമിനെ കൂലിക്ക് വിളിക്കുന്നതിൽ അവർ കൂട്ടുകൂടി. ആരെ ശപിക്കാൻ? ഇസ്രായേലിനെ ശപിക്കേണ്ടതിന് ബിലിയാമിനെ കൂലിക്ക് വിളിക്കുവാൻ ഇവൻ എന്ത് ചെയ്തു? ഈ അമോന്യർ കൂട്ടുകൂടി. അതിനാൽ അമോന്യർ ഇസ്രായേൽ സഭകളിൽ പ്രവേശിക്കരുതെന്ന് ദൈവം വിലക്കി. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-6 വാക്യങ്ങൾ. ഇനി വളരെ സുന്ദരികളായ കന്യകമാർ, സ്ത്രീകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ അമോന്യർ. വളരെ സുന്ദരികൾ. ഇന്ന് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവര് യഹൂദിയ സ്ത്രീകളാണെന്ന് നമുക്കറിയാം. എന്നാൽ അവരെക്കാൾ ഒരുപടി മുൻപിൽ സൗന്ദര്യമുണ്ടായിരുന്നവരായിരുന്നു ആര്? അമോന്യർ. അതുകൊണ്ട് ശലോമോൻ തന്റെ അന്തഃപുരങ്ങളിൽ ഈ അമോന്യ സ്ത്രീകളെ പാർപ്പിച്ചിരുന്നു. ഈ അമോന്യ സ്ത്രീകൾ വന്നപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? അവർ ദേവനായിരിക്കുന്ന മിൽക്കോവിനെ കൂടെ, അല്ലെങ്കിൽ മോലക്ക് എന്ന് വിളിക്കുന്ന മിൽക്കോവ് എന്ന് പറയുന്ന അവരുടെ ദേവനെ കൂടെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ദൈവഹിതമില്ലാത്ത, ദൈവം വിലക്കിയതിനെ ഒന്നും എന്ത് ചെയ്യരുത്? നമ്മുടെ വീട്ടിനകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുവരരുത്. ദൈവം വിലക്കിയതിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? സ്വീകരിക്കാൻ നിൽക്കരുത്. അതിനോടൊന്നും സഖ്യത കാണിക്കാൻ നിൽക്കരുത്. നിന്നാൽ എന്താ സംഭവിക്കുക? ദൈവഹിതമില്ലാത്തവൻ വരുമ്പോൾ അവൻ അവന്റെ ദേവനെ കൂടെ കൊണ്ടുവരും. അവന്റെ ദേവനെ കൂടെ കൊണ്ടുവന്ന് എന്താ സംഭവിക്കുക? ശലോമോന് ദൈവത്തിങ്കിൽ നിന്നുള്ള തേജസ് നഷ്ടപ്പെട്ടിട്ട്, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് അവൻ വിഗ്രഹങ്ങളിലേക്ക് തിരിയുവാൻ ഇടയായി തീർന്നത് ഈ അമോന്യരുടെ ദേവന്റെ ആരാധന കണ്ടുകൊണ്ടാണ്. ഈ അമോന്യര് എന്നും ദൈവജനത്തിനെതിരാ. നമ്മള് നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോ, നെഹമ്യാവ് 2:10, 18, 4:3-7 നമ്മൾ വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്നത്, അമോന്യരുടെ ഗവർണറായിരുന്ന ഒരു അമോന്യനായ തോബിയാവ് യെരൂശലേം മതിൽ പണിക്ക് തടസ്സങ്ങൾ നിന്നവന്. നമുക്ക് നല്ലോണം അറിയാം. അവൻ ചോദിച്ചത് എന്താണ്? ഒരു കുറുക്കൻ കയറിയാൽ ഇത് പൊളിയും. പിന്നെ മതിൽ പണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം മതിൽ പണിക്കെതിരെ നിന്നിരുന്ന ഒരുവനായിരുന്നു ആര്? അമോന്യനായ തോബിയാവ്. അപ്പോ ദൈവിക പണികൾക്കും നമ്മുടെ ശുശ്രൂഷകൾക്കും തടസ്സം നിൽക്കുന്നവനെ വചനം പഠിപ്പിക്കുന്ന പേരാണ്, അവൻ ആരാണ്? അമോന്യനാണ്.
അവനെ എന്ത് ചെയ്യരുത്? ആ, സൂക്ഷിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആലയം പണിയുവാനും മതില് പണിയാനൊക്കെ തുടങ്ങുമ്പോ, നമ്മളൊന്ന് പ്രാർത്ഥിച്ച് മുന്നേറാൻ തുടങ്ങുമ്പോൾ, ഒന്ന് ഉപവസിക്കണം തീരുമാനിക്കുമ്പോ ഈ അമോന്യൻ പൊങ്ങി വരും. അവൻ ചോദിക്കുന്നത്, നിന്നെ കൊണ്ട് 21 ഇരിക്കാൻ പറ്റുമോ? 7 ഇരുന്നാ മതി അല്ലേ? എന്നാ പിന്നെ 7 ഇരിക്കാൻ തീരുമാനിക്കുമ്പോ ഈ അമോന്യൻ അന്നേരം എഴുന്നേറ്റ് വരും. അവൻ പറയും, നിനക്ക് 7 ഇരിക്കാൻ പറ്റത്തില്ല. ആ, നമ്മുടെ മാവിയുടെ കൊച്ചുമോന്റെ മോളുടെ കല്യാണം വരുന്നുണ്ട്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു തടസ്സം കൊണ്ടുവരുന്നവരെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന പേരാണ് ആര്? അമോന്യൻ. അപ്പൊ ഈ ക്ലാസ്സിൽ ഇരുന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ വീട്ടിനകത്തും പുറത്തും ഒത്തിരി അമോന്യന്മാരുണ്ട്. അവരെയൊക്കെ നാളെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? തല്ലിക്കൊല്ലരുത്. ആ, അപ്പോ ഇവിടെ വചനം അവരെ തിരിച്ചറിയണം. നമ്മൾ ദൈവിക പണികൾക്കെതിരെ നിൽക്കുന്നവൻ ആരാണ്? അമോന്യരാണ്. ദൈവിക പണികൾക്കെതിരെ നിന്ന് നമുക്ക് എസ്രയുടെ പുസ്തകം വായിക്കുമ്പോ നമുക്ക് അമോന്യരെ കാണാൻ കഴിയുന്നുണ്ട്. എസ്രയുടെ പുസ്തകം 9:1-2, യിരെമ്യാ പ്രവാചക പുസ്തകം 44 1 മുതൽ 6 വരെ, സഫന്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെ. ഇവിടെ എല്ലാം ഇവന്റെ പേര് എവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം ഇവൻ തടസ്സമായിരുന്നു. ഓക്കെ, അത്രയും പറഞ്ഞ് വിടുക. അപ്പോ ഈ എല്ലായിടത്തും പോയി തടസ്സം ഉണ്ടാക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കോട്ടയ്ക്കകത്തേക്ക് ഞാനൊരു തീ അയക്കും എന്ന് അവിടെ പറയുക. ഇനി വേഗത്തിൽ പോകാം. ഓക്കെ, അടുത്ത 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മോവാബ്, അടുത്ത പട്ടണം മോവാബ്. അപ്പൊ നമ്മള് ദമ്മേശക്ക് പഠിച്ചു, പിന്നെ ഗസ്സ പഠിച്ചു, സോർ പഠിച്ചു, ഏദോം പഠിച്ചു, അമ്മോനിൽ പഠിച്ചു. അടുത്തതാണ് മോവാബ്യർ. ഓക്കെ, മോവാബ് ചാവുകടലിന് തെക്ക് കിഴക്കായി. എന്താണ് ചാവുകടൽ? നമ്മൾ നേരത്തെ ചിന്തിച്ചു അല്ലേ? സോദോം ഗൊമോറ എന്ന പട്ടണം ആകാശത്തിൽ തീയും ഗന്ധവും വീണ് കത്തിയ സ്ഥലമാണ് ചാവുകടൽ. ആ ചാവുകടലിന് തെക്ക് കിഴക്കായി താമസിച്ചിരുന്ന പട്ടണക്കാരായിരുന്നു മോവാബ്യർ. ഇവര് ലോത്തിന്റെ പുത്രനായ മോവാബിന്റെ പിന്തുടർച്ചക്കാരും അമോന്യരുമായി വളരെ അടുത്ത ബന്ധമുള്ളവരുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 30 മുതൽ 38 വരെയുള്ള വാക്യം. ഏദോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറ്റം എന്താ? 2-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, അവൻ ഏദോമിന്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞിരിക്കുകയാൽ തന്നെ ഞാൻ ശിക്ഷയിൽ നിന്ന് മടക്കി കളയുകയില്ല. ഇവിടെ മോവാബിന്റെ അതിക്രമം എന്ന് പറയുന്നത് അവർ ഏദോം രാജാവിന്റെ അസ്ഥികൾ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞു. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഈ അതിക്രമം നടന്നത് ഏദോമ്യരും മോവാബ്യരും തമ്മിൽ യുദ്ധം നടക്കുമ്പോഴാണ്. അവര് പൂർവ്വ രാജാക്കന്മാരുടെ ശവക്കുഴികൾ മാന്തിയെടുത്ത് അവരുടെ അസ്ഥികളെ പൊതുനിരത്തിലിട്ട് ചുട്ട് ചാരമാക്കി അതിനുശേഷം അവർ കുമ്മായമാക്കി എടുത്തതിന് ശേഷം കല്ലുകളിലും കെട്ടിടങ്ങളിലും വെള്ള പൂശുന്നതിന് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ ശവദാഹം സാധാരണ സംഗതിയാണ്. പക്ഷേ ഈ മോവാബിനെ കുറിച്ചും മോവാബിയുടെയും അതുമാത്രമല്ല ഈ അമോന്യരുടെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത്
പിതാക്കന്മാരുടെ കല്ലറകൾ മാന്തി അസ്ഥി എടുക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഈ മോവാബിര് അമോന്യരുടെയും മറ്റുള്ളവർ ഇവരെ ആക്രമിക്കുന്ന രാജ്യക്കാരുടെ പൂർവന്മാരുടെ ശവക്കല്ലറകൾ തുറക്കും. ശവക്കല്ലറകൾ തുറന്ന് ആ അസ്ഥികൾ എടുത്ത് അവരെന്ത് ചെയ്യും? പൊതുനിരത്തുകളിലിട്ട് കത്തിച്ച് ഭസ്മമാക്കി അവർ മതിലുകൾ വെള്ള പൂശുന്നതിനും വീടിന്റെ ഭിത്തി വെള്ള പൂശുന്നതിനും ഒക്കെ അവർ കുമ്മായമാക്കി ഈ അസ്ഥിപ്പൊടികൾ എടുത്തു. അതുകൊണ്ട് ദൈവം അവരോട് എന്ത് ചെയ്യുന്നില്ല? അനുതപിക്കുന്നില്ല. ഈ ഒറ്റ കാരണത്താൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നു? ആക്രമിക്കാൻ പോകുന്നു എന്ന് അവരോട് ദൈവമായി പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ മോവാബിൽ ഒരു തീ അയക്കും, അത് കെരിയോത്തിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. മോവാബ്യ ദേവനായ കെമോശിന്റെ ആരാധനാ സ്ഥലമാണ് കെരിയോത്ത്. അത് മാത്രമല്ല, മോവാബിന്റെ തലസ്ഥാന നഗരമായിരുന്നു കെരിയോത്ത്. ഈ കെരിയോത്ത് പട്ടണത്തിലുള്ള സകല കോട്ടകളിലും സകല മതിലുകളിലും സകല വീടുകളിലും ഈ രാജാക്കന്മാരുടെ കല്ലറകൾ തുറന്നെടുക്കുന്ന അസ്ഥികൾ പൊടിച്ച് കത്തിച്ച് ഭസ്മമാക്കി അത് വെള്ളയായി പൂശിയിരുന്നു എന്ന് നമുക്ക് ചരിത്രാരംഭം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചരിത്ര പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? മോവാബിലേക്ക് ഒരു തീ അയച്ച് ഈ കെരിയോത്ത് എന്ന് പറയുന്ന പട്ടണം ഞാൻ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. അവിടെ അവരുടെ ദേവനായ കെമോശിന്റെ ആരാധനാ സ്ഥലം നടന്നിരുന്ന ഒരു പട്ടണമാണ് കെരിയോത്ത്. അതുകൊണ്ട് പറയുന്നു, ഞാൻ ആ രാജ്യത്തെയും ആ പട്ടണത്തെയും നശിപ്പിച്ചു കളയും. ഇതാണ് മോവാബിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് യഹൂദ എന്ന പട്ടണമാണ്. യഹൂദ നമുക്ക് നല്ലോണം അറിയാം അല്ലെ? യഹൂദ എന്ന വാക്കിന് അർത്ഥം എന്താണ്? സ്തുതിക്കുന്നവൻ. അത് നമുക്കറിയാം. ഓക്കെ, അപ്പോ ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതേവരെ പ്രവാചകൻ ചുറ്റുമുള്ള ദൂരെ കിടക്കുന്ന രാജ്യങ്ങളെ കുറിച്ചായിരുന്നു പ്രവചിച്ചിരുന്നത്. ഏതൊക്കെ രാജ്യങ്ങളെ കുറിച്ചാണ്? നമ്മൾ ആദ്യം പറഞ്ഞു, ദമ്മേശക്ക്, ഗസ, സോറ്, ഏദോം, അമോന്യർ, മോവാബ്യർ എന്നിങ്ങനെയുള്ള ചുറ്റുമുള്ള ജാതീയ രാജ്യങ്ങളെ കുറിച്ച് അവർ പ്രവചിച്ചു പറഞ്ഞു. അതിനുശേഷം പ്രവാചകൻ ഇച്ചിരി അടുത്തു വന്നിരിക്കുക, സ്വന്തത്തിലേക്ക് തിരിഞ്ഞിരിക്കുക. സ്വന്തം രാജ്യക്കാരോട്, യഹൂദിയിൽ താമസിച്ചിരുന്ന ഈ പ്രവാചകൻ തന്റെ സ്വന്തം ദേശത്തോട് പ്രവചിക്കുന്ന ഭാഗമാണ് 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. എങ്ങനെയാണോ ഞാൻ പുറം ജാതികളോട് ന്യായം വിധിച്ചത്, അല്ലെങ്കിൽ നിന്റെ ചുറ്റുമുള്ള രാജ്യക്കാരെ ഞാൻ എങ്ങനെയാണോ ആക്രമിച്ചത്, എങ്ങനെയാണോ അവർക്ക് പ്രതികാരം ചെയ്തത്, അതേ അളവിൽ തന്നെ ആയിരിക്കും യഹൂദയെ ഞാൻ നിന്നോടും പെരുമാറുന്നത് എന്നാണ് നമുക്ക് ആ വാക്കുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നു യഹൂദയ്ക്കെതിരായി യഹോവ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ? ഒന്ന്, അവർ യഹോവയുടെ ന്യായപ്രമാണം നിരസിച്ചു. അവർ യഹോവയുടെ ന്യായപ്രമാണം നിരസിച്ചു. 2, അവന്റെ ചട്ടങ്ങളെ അവർ പ്രമാണിച്ചില്ല. അവന്റെ ചട്ടങ്ങളെ അവർ പ്രമാണിച്ചില്ല. 3, അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന വ്യാജമൂർത്തികളെ അവർ പിന്തുടർന്നു. അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന വ്യാജമൂർത്തികളെ ഇവരും പിന്തുടർന്നു.
അപ്പൊ പ്രധാനമായി 3 കാര്യങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിച്ചു. ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ പ്രധാനമായി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഈ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് അവർ ന്യായപ്രമാണം നിരസിക്കുക മാത്രമല്ല, മറ്റു ചുറ്റുമുള്ള ജാതീയ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധനാ രീതിയെ അവർ അനുകരിക്കാൻ തുടങ്ങി. നമ്മുടെ ആരാധനകളും അങ്ങനെയൊക്കെ ഏകദേശം ആയി പോയില്ലേ? മറ്റുള്ള ആരാധനകളെ അനുകരിക്കുന്ന രീതിയിലേക്ക് മാറിയില്ലേ? അപ്പോ ഈ യഹൂദയ്ക്കും പറ്റിയത് ഇത് തന്നെയാ. അവര് ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ടുമാറി പുറത്തുള്ള ആരാധനാ രീതികളെ അനുകരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഒന്നാമത്തെ ആരോപണം ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു? അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിച്ചു. നോക്കൂ, സ്വന്തം ജനമാണ്, ദൈവത്തിന്റെ വാക്തത്വമുള്ള ജനമാണ്, കാര്യമൊക്കെ ശരിയാ. യോശുവയ്ക്ക് ശേഷം യുദ്ധം ചെയ്യാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ മുൻപേ പുറപ്പെടാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഗോത്രമാണ് യഹൂദ. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? ന്യായപ്രമാണത്തെ നിരസിച്ചതുകൊണ്ട് ദൈവം അവരെ കഠിനമായി ശിക്ഷിപ്പാനിടയായി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, അവന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചില്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു ചട്ടം ദൈവം തന്നിട്ടുണ്ട്. ആ ചട്ടത്തിനകത്ത് നിന്നുകൊണ്ട് വേണം ദൈവത്തെ നമ്മൾ ജീവിക്കാൻ. നമുക്കൊരു പ്രമാണമുണ്ട്. നമുക്കൊരു ദൈവം വരച്ചു തന്നിരിക്കുന്ന ഒരു 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 പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. നമുക്കൊരു ചില ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ? അതിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. ഇന്ന് ചിലർക്ക് ചട്ടവും ഇല്ല, പ്രമാണവും ഇല്ല, ഇങ്ങനെ കുത്തഴിഞ്ഞ് നടക്കുമ്പോൾ ഇന്നൊക്കെ വചനം പഠിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ചട്ടത്തിനകത്തും പ്രമാണത്തിനകത്തും അകത്തും നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ, അവന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചാൽ, അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരുന്നാൽ സ്വർഗത്തിലെ സകലവിധ ആത്മീക നന്മകളും നമുക്ക് പ്രാപിപ്പാനിടയാകും. ഇനി അതല്ല, സ്വന്തം ജനമെന്ന് പേരെടുത്തവർ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും മറന്നുപോയാൽ, വചനം എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ അരമനയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ സന്ദർശനത്തിന് തീ വരാൻ സമയമായി. അപ്പൊ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ചട്ടമുണ്ട്. ബുധനും വ്യാഴാഴ്ചയും എത്ര മണിക്ക് വരണം? ഒരു ചട്ടമുണ്ട്, അല്ലേ? ഇനി സാർ ആവർത്തിച്ച് പറയരുത്. ആ ചട്ടത്തിനകത്ത് നിങ്ങൾ നിന്നാൽ, ആ ചട്ടത്തിൽ നോക്കൂ, വചനം എഴുതിയിരിക്കുന്ന, അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ വിചാരകനാക്കും. നിങ്ങൾ ആ ചട്ടത്തിനകത്ത് നിന്നാൽ, അതിനകത്തുള്ള പഠിക്കുവാനും ആ വചനത്തോട് നിങ്ങൾ നീതി കാണിച്ചാൽ, വ്യക്തിയെ കാണിക്കാനല്ല, വചനത്തോട് നിങ്ങൾ നീതി കാണിച്ചാൽ, വെളിപ്പാട് ദിവസം വായിക്കുന്ന എന്താ? ഇത് വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും എല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നാണെങ്കിൽ, ഈ വചനം പഠിക്കുന്ന നിങ്ങളോട് ദൈവസ്നേഹത്തിൽ പറയാൻ ഒന്നുണ്ട്. ഈ ചട്ടത്തിനകത്തും പ്രമാണത്തിനകത്തും നിന്നാൽ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല നന്മകളും ദൈവം നിങ്ങളുടെ കൂടാരത്തിൽ തരും. നിങ്ങൾ വീടിൽ നിന്ന് ഭാരപ്പെടരുത്. ഈ സ്ക്രീനിൽ കാണുന്ന നല്ല വീട് പലർക്കുമുണ്ട്. എനിക്ക് ആ വീടില്ല, തേക്കാത്ത വീടുകളാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ ഷീറ്റിട്ട വീടാണ്, അല്ലെങ്കിൽ എനിക്ക് പറയത്തക്ക വലിയ സൗകര്യങ്ങളില്ല, നല്ല ഫോണില്ല, നല്ല ക്രമേണങ്ങളില്ല. ഇങ്ങനെ പരിമിതികൾ ഉണ്ടായിരിക്കാം. പക്ഷെ പരിമിതികൾക്കകത്ത് നിങ്ങൾ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പ്രമാണിക്കുകയും അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്താൽ, ഒരു ആട്ടിടയനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവത്തിന് മാറ്റാൻ കഴിയുമെങ്കിൽ, ഒരു മീൻപിടുത്തക്കാരനെ, പത്രോസിനെ സഭയുടെ മൂപ്പരാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് വചനം പഠിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരും. അനുഭവം കൊണ്ടാ പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ വീടില്ലാത്തവരായിരുന്നു ഞങ്ങളൊക്കെ. പലരും വാഹനത്തിൽ പോകുമ്പോൾ കൊതിച്ചിട്ടുണ്ട്, ആ വാഹനത്തിൽ നിന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ, ബൈക്കിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കിലോമീറ്റർ നടന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോ നടുവേദന കൊണ്ട് കുനിഞ്ഞ് റോഡിൽ ഇരുന്നിട്ടുണ്ട്. അവിടെയൊക്കെ കർത്താവിന്റെ വചനം മുറുകെ പിടിച്ചതുകൊണ്ട്, ആ ചട്ടത്തിനകത്ത് നിന്നതുകൊണ്ട്. നിങ്ങൾക്കറിയാമോ, കുറച്ചു നാൾ മുമ്പ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ഒരു പയ്യൻ എന്നെ കാണാൻ വന്നു. അവൻ പറഞ്ഞു, സാറേ എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഞാൻ റാന്നിയിൽ ഒരു ബൈബിൾ കോളേജ് പഠിപ്പിച്ചെടുക്കണ. അവൻ പറഞ്ഞു, സാറേ ഈ പ്രസംഗത്തിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറണം, ഒന്ന് ന്യൂജനാകണം, ജനത്തിനിടയിലോട്ട് ഇറങ്ങണം, എന്നിട്ട് പുതിയ സ്റ്റൈലിൽ സംസാരിക്കണം. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും? അവസരങ്ങൾ കിട്ടും.
നമുക്കൊരു ചട്ടവും പ്രമാണവും ഉണ്ട്. അതിനകത്ത് നിന്നാൽ അവസാനത്തോളം നമുക്ക് നിൽക്കാൻ പറ്റും. ഈ ഒത്തിരി പൊങ്ങിച്ചാടാൻ പോയി കഴിഞ്ഞാൽ പാതി വഴിക്ക് വീണുപോകും. അയ്യോ, നമ്മൾ ഒത്തിരി കാട് കയറി പോകുന്നു അല്ലേ. ഒന്ന് യഹോവയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞു. എനിക്ക് ഒത്തിരി വേദന തോന്നിയ ഒരു സംഭവം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദേവദാസനെ അവിടുത്തെ സുവിശേഷ വിരോധികൾ പിടിച്ചു. നമുക്ക് പറയാൻ എളുപ്പമെന്നൊക്കെ ചിലരൊക്കെ പറയും, പക്ഷെ ഒന്നുകൂടെ ഞാൻ പറയാം. അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തെ പിടിച്ചിട്ട് പറഞ്ഞു, ജയ് ശ്രീറാം എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചു, 2 കൈയും പൊക്കി വിളിച്ചു. പക്ഷെ അതേ സമയത്ത് അതേ സ്റ്റേറ്റിന്റെ വേറൊരു ഭാഗത്തൊരു സഹോദരി, അവൾ 6 മാസം ഗർഭിണിയായിരുന്നു. അവൾ തെരുവിൽ കൂടെ ട്രാക്ട് കൊടുത്ത് പോയപ്പോൾ ചില സഹോദരങ്ങൾ അവളെ പിടിച്ചു, ഉപദ്രവിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, ട്രാക്ട് വലിച്ചേറി അവിടെ റോഡിലിട്ടിട്ട് ബൈബിൾ വലിച്ചേറി ഇട്ടിട്ട് നീ ജയ് ശ്രീറാം വിളിക്കണമെന്ന് പറഞ്ഞു. അവള് പറഞ്ഞത്, വചനം കീറാനോ ട്രാക്ട് കീറാനോ ഞാൻ പോവുകയില്ല, എനിക്കൊരു പ്രമാണമുണ്ട്, ആ പ്രമാണത്തിൽ ഞാൻ നിൽക്കും. അവളെ കഠിനമായി ഉപദ്രവിച്ചു. അവള് പറഞ്ഞ വാക്കിന, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയുമായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും എന്റെ പ്രമാണത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകത്തില്ല. നമ്മൾ എന്താ പഠിച്ചത്? പ്രതികൂലങ്ങളൊക്കെ കയറി വരും, ഓഫറുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ന്യായപ്രമാണത്തെ നിരസിച്ച് കളയരുത്. നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ നിങ്ങൾ മാറിപ്പോകരുത്, ഉറപ്പോടെ നിൽക്കണം. അടുത്തത് പറഞ്ഞിരിക്കുന്നത്, ചട്ടങ്ങൾ എന്ത് ചെയ്തില്ല? പ്രമാണിച്ചില്ല. നമുക്ക് തന്ന ചട്ടങ്ങൾ എന്തിനു വേണ്ടിയാ? 66 പുസ്തകങ്ങൾ എഴുതി തന്നതല്ല, അത് പ്രമാണിക്കണം. പ്രമാണിച്ചില്ലെങ്കിൽ നമ്മുടെ റോഡിലൊക്കെ AI ക്യാമറ വെച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു നിയമമുണ്ട്. നിയമം പാലിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു 4 മാസം 5 മാസം കഴിയുമ്പോ ഒരു കവറിനകത്ത് ഒരു പേപ്പർ വീട്ടിൽ വരും. അത് PSCക്ക് ജോലി കിട്ടിയ പേപ്പർ അല്ല, അതേ സെയിം കളറൊക്കെയാ, പക്ഷേ അതിനകത്തൊരു ഫൈൻ അടയ്ക്കാനുള്ള പേപ്പറാ വരിക. കാരണം എന്താ? ഒരു ചട്ടമുണ്ട് റോഡിൽ. ആ ചട്ടം പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നെങ്കിൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിന്റെ ചട്ടത്തിനകത്ത് നമ്മൾ നിൽക്കണം. ആ ചട്ടം നിങ്ങൾ പ്രമാണിച്ച, ആ നിയമത്തിനകത്ത് നിന്നാൽ അവൻ നിങ്ങൾ അനുഗ്രഹിക്കും. അടുത്തത്, യഹൂദരുടെ പിതാക്കന്മാർ പിന്തുടർന്ന വ്യാജമൂർത്തികളെ ഈ തലമുറയെ പിന്തുടർന്നു. കണ്ടോ? അപ്പന്മാര് ചെയ്ത പാപം ഇവരെന്ത് ചെയ്തില്ല? നിർത്തിയില്ല, അവരത് പിന്തുടർന്നു. നമ്മുടെ സമയമായല്ലോ. അപ്പോ യഹൂദരെ ഇവൻ ശിക്ഷിക്കാനുള്ള കാരണം നമ്മൾ പഠിച്ചത് ഇതാണ്. അവരെന്ത് ചെയ്തു? യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിച്ചു. 2, അവന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചില്ല. 3, അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന വ്യാജമൂർത്തികളെ അവരും പിന്തുടർന്നു. അന്ധവിശ്വാസവും വിഗ്രഹാരാധനയും അവരും പാലിക്കാൻ തുടങ്ങി, അവർ ചെയ്യാൻ തുടങ്ങി. അടുത്തത്, അതുകൂടാതെ മൃഗബലി അർപ്പിക്കാനും വിളഭൂമികളിൽ പൂജകൾ നടത്താനും ഒക്കെ യഹൂദ മുൻപിട്ട് ഇറങ്ങുവാനിടയായി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? AD 70 റോമൻ സൈന്യം വന്ന് ഈ യഹൂദയെ തകർത്തു കളഞ്ഞു, യെരുശലേമിനെ തകർത്തു കളഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയത്തെ നശിപ്പിച്ചു കളഞ്ഞു, തീക്ക് ഇരയാക്കി കളഞ്ഞു. പ്രിയമുള്ളവരെ, പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയാൽ ഇതായിരിക്കും വലിയ ശിക്ഷ. കല്ലുമേൽ കല്ല് ശേഷിക്കാൻ പറ്റാതെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നമ്മൾക്ക് അവസാനമായി ഞാൻ പറയാം, നമുക്കൊരു ചട്ടമുണ്ട്, ഒരു പ്രമാണമുണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് മുൻപോട്ട് പോയാൽ